മുറിയിലെത്തിയ മേഘ സ്വിച്ചിട്ട പോലെ ചിരിക്കുന്നത് കണ്ടതും വിഹാൻ അവളെ കൂർപ്പിച്ചു നോക്കി. ഫ്രണ്ട്സ് എന്ന സിനിമയിൽ ശ്രീനിവാസം പോലും അതുപോലെ നിർത്താതെ ചിരിച്ചിട്ടുണ്ടാവില്ല. ഇതിന് മാത്രം ചിരിക്കാൻ ഇപ്പം എന്തിരിക്കുന്നു? ഇവിടെ വല്ലവരും വല്ലതും കാണിച്ച് നടക്കുന്നുണ്ടോ? അത് കേട്ടതും മേഘ ചിരിയൊന്ന് നിർത്തി വീണ്ടും എന്തോ ഓർത്ത പോലെ വീണ്ടും ചിരിക്കാൻ തുടങ്ങിയതും വിഹാനാണേൽ അവളുടെ ചിരി കണ്ട് കലി അടക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ദൈവം അവൻ്റെ മനസ്സറിഞ്ഞ പോലെ അജിത്തിൻ്റെ രൂപത്തിൽ അവൻ്റെ ഫോണിലേക്ക് അജിത്തിൻ്റെ കോൾ വരുന്നത്. ഹാവു രക്ഷപ്പെട്ടു എന്നും മനസ്സിൽ കരുതി വിഹാൻ ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. ഹലോ അജിൻ, എന്തൊക്കെയുണ്ടടാ വിശേഷം? ഒരു ചെറിയ വിശേഷമുണ്ട്, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. എന്താടാ? അത് പിന്നെ ഞങ്ങൾ ആ അനന്തനാരായണനെ അറസ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാണ് നിന്റെ അച്ഛൻ ശങ്കർ കേസ് പിൻവലിച്ചത്. അച്ഛൻ കേസ് പിൻവലിച്ചെന്നോ? അതെ, അത് മാത്രമല്ല ബാക്കി 3 പ്രതികളെയും വിട്ടയക്കേണ്ടി വന്നു. നീ എന്തൊക്കെയായി പറയുന്നത്? അതെങ്ങനെ ശരിയാവും? അതൊന്നും എനിക്കറിയില്ല. നിങ്ങളറിയാത്ത എന്തോ ഒരു രഹസ്യം അച്ഛനും അയാളും തമ്മിലുണ്ട്. പിന്നെ നീ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. ആ രാഹുൽ അവനൊരു സൈക്കോയെ പോലെയാ പെരുമാറിയത്. ബാക്കി 2 പേരെയും ഞാൻ ശരിക്കും പേടിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അവരിനി നിങ്ങളുടെ മുന്നിൽ പോലും വരുമെന്ന് തോന്നുന്നില്ല. ശരിടാ, എന്നാൽ ഞാൻ വെക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അജിനുമായുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം വിഹാന്റെ മനസ്സ് പല വഴിക്ക് സഞ്ചരിച്ചു തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് അവൻ മുറിയിലേക്ക് നടക്കുമ്പോൾ മേഘ കുളിയൊക്കെ കഴിഞ്ഞ് വാഷ്റൂമിൽ നിന്നും വരികയായിരുന്നു. വിഹാനെ കണ്ട പാടെ അവൾ ഇല്ലാത്ത ചിരി വരുത്തിക്കുന്നത് കണ്ടതും അവളുടെ മുന്നിൽ ചെന്ന് നിന്ന് അവളെ മൊത്തത്തിൽ ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് നോക്കിയതും അവൻ്റെ നോട്ടത്തിൽ അവൾ ചെറുതായി ഒന്ന് പതറി. ദൈവമേ, ചെകുത്താൻ്റെ നോട്ടം അത്ര ശരിയല്ലല്ലോ. ഇന്നിനി ചിരിക്കുന്നത് നിർത്തിയേക്കാം, ഇല്ലെങ്കിൽ പണിയാവും എന്ന് കരുതി അവനെ ശ്രദ്ധിക്കാതെ നടക്കാനൊരുങ്ങിയതും അവൻ അവളുടെ മുന്നിൽ തടസ്സമായി നിന്നുകൊണ്ട് ചോദിച്ചു, ചിരിച്ചു കഴിഞ്ഞോ? ഇന്നത്തെ കോട്ട കഴിഞ്ഞു, ഇനി നാളെ ചിരിക്കാം. അത് പറ്റില്ല, നീ ഒന്ന് ചിരിച്ചേ, ഞാനൊന്ന് കാണട്ടെ. എനിക്കിപ്പോൾ ചിരിക്കാനേ സൗകര്യമില്ല, ഇയാളൊന്ന് മാറിക്കേ. അതും പറഞ്ഞ് അവൾ അവനെ മറികടന്ന് പോവാൻ നോക്കിയതും അവൻ അവളുടെ ഇടുപ്പിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു. നീ എന്നെ കളിയാക്കി ചിരിക്കുവല്ലടി തീപ്പട്ടിക്കൊള്ളി എന്നും പറഞ്ഞ് അവളെ പൊക്കിയെടുത്ത് ബെഡിലേക്കിട്ട് അവളുടെ മേലെ അമർന്നു. പറ, നീ ചിരിക്കോ? ആ ചിരിക്കും. മേഘ വിട്ടുകൊടുത്തില്ല. അത് കേട്ട് വിഹാൻ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി അവിടെ മുഴുവനും അവൻ്റെ മുഖം ഉരസി അവളെ ഇക്കിളി കൂട്ടിക്കൊണ്ടിരുന്നു. അയ്യോ ചിരിക്കില്ല, ഞാനിനി ഈ ലൈഫിൽ ചിരിക്കില്ല, പോരെ, എനിക്ക് ഇക്കിളിയാവുന്നെന്ന്. അത് പറഞ്ഞാൽ പറ്റില്ല, സോറി പറ. അവളുടെ തോളിൽ നിന്നും ഡ്രസ്സ് അല്പം നീക്കി അവിടെ ചുണ്ടുകൾ പതിപ്പിച്ചുകൊണ്ടവൻ പറഞ്ഞു. സോറിയോ? എന്തിനാ? മനുഷ്യന് ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലില്ലേ? ഇതിനാണ് ആ പാവം മനുഷ്യന് കഷ്ടപ്പെട്ട് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നത്? ഇല്ല, എന്നെ കളിയാക്കിട്ടെ ഇവിടെ ആരും ചിരിക്കണ്ട. വേഗം സോറി പറഞ്ഞു, ഇല്ലെങ്കിലേ ഞാൻ പലതും ചെയ്തെന്ന് വരും എന്നും പറഞ്ഞ് അവൻ ഇരുകയ്യാലെ അവളുടെ മാറിടം ഞെരിച്ചുടച്ചതും അവൾ അവനെ കൂർപ്പിച്ച് നോക്കി അവൻ്റെ നെഞ്ചിലെ ഒരു രോമം പിഴുതെടുത്ത് അപ്പൂപ്പൻ താടി ഊതുന്ന പോലെ ഊതിയതും അവൻ വേദന കൊണ്ട് പുളഞ്ഞു പോയിരുന്നു. താൻ കൈയടക്കി വെച്ചില്ലേലേ ഇങ്ങനെയൊക്കെ കിട്ടിയെന്നൊക്കെ ഇരിക്കും. ആഹാ, നീ അത്രക്കായോടി പൂതനെ, ഇനി എൻ്റെ കൈ ഒട്ടും അടങ്ങിയിരിക്കില്ല എന്നും പറഞ്ഞു അവളുടെ കാൽവിരലിലെ ഞൊട്ടൊടിച്ചു അവളെ ചെറുതായി വേദനിപ്പിച്ചു. ശേഷം അവളുടെ കാൽപാദത്തിലൂടെ മേൽപോട്ട് വിരലോടിച്ചു കൊണ്ടുവന്നു. അതോടൊപ്പം അവളുടെ നൈറ്റിയും പൊങ്ങി വന്നു. അവൻ്റെ കൈവിരലുകൾ അവളുടെ മുട്ടിന് മേലെ എത്തിയതും അവൻ അവളെ നോക്കി പുരികം പൊക്കി. വീണ്ടും അവൻ്റെ കൈ മേൽപോട്ട് സഞ്ചരിച്ചു. അന്നേരം അവൾ അവൻ്റെ നഗ്നമായ തോളിൽ അമർത്തി കടിച്ചു. ഡി, എൻ്റെ ശരീരം നോവിച്ചാലുണ്ടല്ലോ നീ വിവരം അറിയുവേ. ഇങ്ങനെയാണേലേ താനും വിവരം അറിയൂ. താനെന്നോ? നിനക്ക് ഈയിടെയായി എന്നെ തീരെ റെസ്പെക്റ്റ് ഇല്ല. തനിക്ക് റെസ്പെക്റ്റ് അല്ല തരേണ്ടത്, നല്ല ചുട്ടടിയാ. അതിന് മോളൊന്നുകൂടെ ജനിക്കണം. അവൻ്റെ കൈ പിന്നെയും മേൽപോട്ട് ചലിച്ചു അവളുടെ തുടയിലെത്തി നിന്നു. അന്നേരത്ത് അവൻ്റെ വശതയാർന്ന നോട്ടം അവളിൽ വിറയലുണ്ടാക്കി. ചി വൃത്തികെട്ടവൻ എന്നും പറഞ്ഞ് അവൾ കാലുയർത്തി അവനിട്ട് തൊഴിക്കാൻ നോക്കിയതും അവനത് മുൻകൂട്ടി കണ്ട് അവളുടെ കാലും ലോക്ക് ചെയ്ത് വെച്ചു. ഡി അടങ്ങിയിരുന്നോ? ഇല്ലേ, നീ വിവരം അറിയും. അവളുടെ തുടയിൽ ചെറുതായി നുള്ളിക്കൊണ്ടവൻ പറഞ്ഞതും അവൾ ചുണ്ടു കൂർപ്പിച്ച് അവനെ നോക്കി. ഇതേ പെണ്ണെ, ഇങ്ങനെ നോക്കല്ലേ, ഞാനങ്ങ് കടിച്ചു തിന്നും. അതും പറഞ്ഞവൻ ചുണ്ടു കൂർപ്പിച്ചൊരു ഉമ്മയും പുറത്തു വിട്ടു. അമ്മ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ എന്ത് തീരുമാനിച്ചു? അവളുടെ മേലെ അമർന്നുകൊണ്ട് അവളുടെ കവിളിൽ അമർത്തി മുത്തിക്കൊണ്ടവൻ ചോദിച്ചു. എന്ത് കാര്യം? അവൾ ഒന്നും അറിയാത്ത പോലെ തിരിച്ചു ചോദിച്ചു. പള്ളിപ്പെരുന്നാളിന് പോകുന്ന കാര്യം. എന്തേ ഡി പോത്തെ, കൂടുതൽ ഷോ ഇറക്കല്ലേ. നിന്നെ ഞാനിങ്ങനെ ഇങ്ങനെ ഉമ്മ വെച്ചേ അങ്ങ് പീഡിപ്പിച്ച് കളയട്ടോ. അവളുടെ കഴുത്തിൽ ആകമാനം ചുംബിച്ചു കൊണ്ടവൻ പറഞ്ഞു. ഷോ, ഇയാളെ കൊണ്ട് തോറ്റു. ഇവൻ ഉമ്മച്ചനല്ല, ഉമ്മറാ. ഈ ഉമ്മർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിനെ ഉമ്മ വെച്ച് കളയും. അതും ആത്മകഥം പറഞ്ഞുകൊണ്ടവൾ തുടർന്നു. എന്ത് തീരുമാനിക്കാൻ? അമ്മ അതപ്പോഴത്തെ ദേഷ്യത്തിൽ കളിയായി പറഞ്ഞതായിരിക്കും.
മേഘ ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞു. ശരി, അമ്മ ചിലപ്പോൾ കാര്യമായിട്ട് പറഞ്ഞതല്ലായിരിക്കും, പക്ഷെ ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്. അവളുടെ കീഴ്ചുണ്ട് പതിയെ തലോടിക്കൊണ്ടവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. എന്താ പറഞ്ഞേ? ഇനിയിപ്പോൾ താൻ കേട്ടതിൻ്റെ കുഴപ്പമാണോന്നറിയാൻ മേഘ ഒന്നുകൂടെ ചോദിച്ചു. എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു കൊച്ചിൻ്റെ അച്ഛനാവണോന്ന്. കണ്ണേട്ടാ, പോ അവിടുന്ന്. അവൾക്ക് ചെറുതായും നാണമൊക്കെയും വന്നു. എന്ത് പോ അവിടുന്ന്, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി മാറ്റില്ല എന്നും പറഞ്ഞ് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. കണ്ണേട്ടാ വിടന്ന്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറ, എന്താ? അതും പറഞ്ഞ് അവൻ മുഖമുയർത്തി. അത് പിന്നെ നിങ്ങൾക്കൊരു കൊച്ചിൻ്റെ അച്ഛനാവാനുള്ള പക്വത വന്നിട്ടില്ല. എനിക്ക് പിന്നെ ഒട്ടും വന്നിട്ടില്ല. അതുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി. അത് പിന്നെ 10 മാസം കൊണ്ട് വന്നോളും. ഇന്ന് മുതൽ ഞാൻ അതിനുള്ള കഠിന ശ്രമത്തിലാണ്. ഇതെൻ്റെ അഭിമാന പ്രശ്നമാണ് പൊന്നൂസേ. നീ എന്നോട് സഹകരിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. അവളുടെ തോളിൽ നിന്നും ഡ്രസ്സ് വലിച്ചു താഴ്ത്തി അവിടം ചുംബിച്ചും തഴുകിയും നുണഞ്ഞും ഞെരിച്ചുടച്ചും അവളെ വിവശയാക്കി. അവൾ അവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചു. കണ്ണേട്ട വിടുന്നേ. ഞാൻ സമ്മതിച്ചു. അവൻ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. എന്ത് സമ്മതിച്ചെന്ന്? തന്നെ ഒരച്ഛനാക്കുന്ന കാര്യം സമ്മതിച്ചെന്ന് എന്നും പറഞ്ഞ് അവൾ അവനെ കൂർപ്പിച്ച് നോക്കി ഡ്രസ്സ് നേരെയാക്കി തിരിഞ്ഞു കിടന്നു. ഏത് പള്ളിയിൽ അച്ഛനാക്കുന്ന കാര്യമാണ് നീ പറഞ്ഞത്? അവളോട് ചേർന്ന് കിടന്ന് വയറിലൂടെ കൈയിട്ട് പിടിമുറുക്കിക്കൊണ്ട് ചോദിച്ചു. പള്ളിയിലല്ല, നമ്മുടെ കൊച്ചിൻ്റെ അച്ഛൻ. പോരെ? അതിന് ഞാൻ നിനക്ക് വല്ല ദിവ്യ പഴവും കൊണ്ട് തരണമായിരിക്കുമല്ലേ? അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നേ എത്ര നന്നായേനെ. പറ്റുമെങ്കിൽ ഒന്ന് അന്വേഷിക്കണേ. അയ്യടാ, നീ കാത്തിരുന്നോ, ഞാനിപ്പോൾ കൊണ്ടുവരും. ഡി പോത്തെ, എഴുന്നേക്ക്. എനിക്ക് നിന്നെ സ്നേഹിക്കണം. സ്നേഹിച്ചോ? ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞോ? ഡി അതല്ലെന്ന്. ഏതല്ലെന്ന്? ഡി നീ എന്നെക്കൊണ്ട് പച്ച മലയാളത്തിൽ പറയിപ്പിച്ചടങ്ങൂ. മേഘ, ഐ നീഡ് യു. അവളുടെ കാതോരം അവൻ ഹസ്കി വോയിസിൽ പറഞ്ഞു. അത് കേട്ടതും അവൾ അവനെ തിരിഞ്ഞു നോക്കി. ആ നിമിഷം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കൊരുത്തു. അവൻ്റെ ചുണ്ടുകൾ അതിൻ്റെ ഇണയെ തേടി. ഇരുവരും ആ ചുംബനത്തിൽ പരസ്പരം മതിമറന്നു പോയിരുന്നു. പ്രണയം വൈകാതെ കാമത്തിലേക്ക് വഴിമാറി. അവൾക്ക് സുഖമുള്ള നോവ് സമ്മാനിച്ചു അവൻ അവളിൽ പെയ്തിറങ്ങി. ഒടുവിൽ കിതപ്പോടെ അവളിലേക്ക് തളർന്നു വീഴുമ്പോൾ അവളോളം ലഹരി മറ്റൊന്നിനില്ലെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. ആ ലഹരി വീണ്ടും രുചിക്കാൻ അവൻ്റെ ഉള്ളം കൊതിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ മുന്നിൽ തളർന്നു കിടക്കുന്നവളെ കണ്ടതും അവൻ ആഗ്രഹം ഉള്ളിലൊതുക്കി അവളെ ചേർത്ത് പിടിച്ചുവെങ്കിലും അവൻ്റെ കൈ അവൻ പോലും അറിയാതെ അവളിൽ പിന്നെയും കുസൃതി കാട്ടി തുടങ്ങി. ഡാ കൊതിയ, തന്നെ ഞാനിന്ന് കൊല്ലും. അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ടവൾ അവന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്കൊരു കൊച്ചിൻ്റെ അച്ഛനാവാൻ വേണ്ടിയല്ലേ? മോളൊന്ന് ക്ഷമി. കൊച്ചിൻ്റെ പേരും പറഞ്ഞ് മോനും വൻ മുതലെടുപ്പാണല്ലോ. തൻ്റെ ആക്രാന്തം കണ്ടാൽ തോന്നും നാളെ രാവിലേക്ക് ഇയാളൊരു അച്ഛനാവോന്ന്. ചിലപ്പോൾ ആയാലോ, പറയാൻ പറ്റില്ല കേട്ടോ. ഈ കൊച്ചു കേരളത്തിൽ അമ്മാതിരി അത്ഭുതങ്ങളാണല്ലോ നടക്കുന്നത്. അയ്യടാ, നല്ല ഫ്രഷ് ഐറ്റം, പൊടച്ചെകുത്താനെ. ഞാൻ ഉറങ്ങാൻ പോകുക എന്നും പറഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നതും അവൻ്റെ കൈ പിന്നെയും തൻ്റെ ശരീരത്തിൽ അലയുന്നത് കണ്ടതും മേഘ അവൻ്റെ കൈക്ക് നല്ലൊരു കടി വെച്ച് കൊടുത്തതും അവൻ അടങ്ങിക്കിടന്നു. വൈകാതെ ഇരുവരും നിദ്രയിലേക്ക് വഴുതി വീണു. നിരഞ്ജൻ ചെറുതായി മയങ്ങിയതേയുള്ളൂ. അപ്പോഴാണ് വർഷ അവനെ തട്ടി വിളിക്കുന്നത്. അച്ചേട്ടാ. എന്താ അമ്മു? എനിക്ക് ഉറക്കം വരുന്നില്ലെന്ന്. പ്ലീസ് അമ്മു, ഇത്രയും നേരം ഞാൻ നിനക്ക് കാല് തടവി തരികയായിരുന്നല്ലോ. ഇനി ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. ഇല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ ഡ്യൂട്ടിക്കിടയിലിരുന്ന് ഉറങ്ങേണ്ടി വരും. എൻ്റെ അമ്മു നല്ല കുട്ടിയല്ലേ, വാ ഉറങ്ങാം. അച്ചേട്ടാ, ഒരു ഐസ്ക്രീം കഴിച്ചാൽ മതി, എനിക്ക് ഉറക്കം വന്നോളൂ, വർഷ നിഷ്കുവായി പറഞ്ഞു. ഈ പാതിരാത്രിക്ക് എവിടെ നിന്ന് ഐസ്ക്രീം കിട്ടാനാ അമ്മു? അതൊന്നും എനിക്കറിയില്ല, എനിക്കിപ്പോൾ ഐസ്ക്രീം വേണം. എൻ്റെ ദൈവമേ, ഇതിന് മാത്രം എന്ത് പാപമാണ് ഞാൻ ചെയ്തത്? പേരിന് മാത്രം പ്രഗ്നൻ്റ് ഇവൾ. കഷ്ടം മൊത്തം എനിക്കും. ഇതിനേക്കാളും ഭേദം ആ കൊച്ചിനെയും കൂടി എൻ്റെ പള്ളയിലോട്ട് തരുന്നതായിരുന്നില്ലേ? നിരഞ്ജൻ ദൈവത്തിനോടെന്ന പോലെ ഇരു കൈയും കൂപ്പി പ്രാർത്ഥിച്ചു. അതെ, ഇയാൾ കൂടുതൽ ഡയലോഗ് അടിക്കുന്നു വേണ്ട, അല്ലെങ്കിൽ ഇയാൾ കാരനാണ് എനിക്ക് ഈ അവസ്ഥ വന്നത്. എന്തവസ്ഥ? എന്തവസ്ഥയാണോ? ദേ ഈ അവസ്ഥ തന്നെ. ഞാൻ പറഞ്ഞതല്ലേ എന്നെ കൊണ്ട് പറ്റില്ലെന്ന്. വർഷ തൻ്റെ വയറിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അല്ലേലും അച്ചേട്ടന് എന്നേക്കാളും കുഞ്ഞുകുരുവിയേക്കാളും വലുത് ഉറക്കാണല്ലോ. ഉറങ്ങിക്കോ, ഞങ്ങൾ ആർക്കും ഒരു ശല്യമാവുന്നില്ല. ഞങ്ങൾക്ക് ഐസ്ക്രീം തിന്നാനുള്ള വിധിയില്ലെന്ന് കരുതിക്കൊള്ളാം. ഇനിയിപ്പോൾ ഞാൻ നാളെ രാവിലേക്ക് ജീവിച്ചിരിപ്പുണ്ടാവും എന്ന് ആര് കണ്ടു? ഇന്ന് കണ്ടവരെയൊന്നും അല്ലല്ലോ നാളെ കാണുന്നത്. ഇനിയിപ്പോൾ ഞങ്ങളെങ്ങാനും മരിച്ചു പോയാൽ ഞങ്ങളുടെ ആത്മാക്കൾ ഇവിടെ അലഞ്ഞു നടക്കൂ. നോക്കിക്കോ. ഒന്ന് നിർത്തുന്നുണ്ടോ? നിനക്കിപ്പോൾ എന്താ വേണ്ടേ? ഐസ്ക്രീം വേണം, അത്രയല്ലേ ഉള്ളൂ. വാ, നമുക്ക് പോയി കഴിച്ചിട്ട് വരാം. എനിക്ക് വേണ്ട, നിങ്ങൾ ഉറങ്ങിക്കോ. നിങ്ങൾക്ക് ഉറക്കാണല്ലോ വലുത്. ഇതേ കേട്ടോ കുഞ്ഞിക്കുരുവി,
വാവയുടെ അച്ഛനെ അമ്മയോട് ഒരു തരി പോലും സ്നേഹമില്ല. സ്നേഹം ഉണ്ടായിരുന്നേ അമ്മയോട് ഇങ്ങനെയൊക്കെ പറയുമായിരുന്നോ? അമ്മ പാവല്ലേ? വാവയുടെ അച്ഛനെ സിംഹമാണ്, സിംഹം. അവൾ ഓരോന്ന് പറയുന്നുണ്ടേലും ഇടയ്ക്കിടെ അവനെ പാളി നോക്കുന്നുണ്ട്. അവളുടെ പറച്ചിൽ കേട്ട് അവൻ അഴിച്ചു മാറ്റിയ ടീഷർട്ടും എടുത്തിട്ട് പേഴ്സും എടുത്ത് ഒന്നും മിണ്ടാതെ ഡോർ തുറക്കാനായി ചെന്നു. ഹേയ്, എങ്ങോട്ടായി പോണത്? ഞാനും വരുന്നുണ്ട്. വരുന്നുണ്ടേ, വാ. ഈ നൈറ്റ് ഡ്രസ്സിലാണോ ഞാൻ വരേണ്ടേ? ഇയാൾക്ക് കുഴപ്പമില്ലേ, എനിക്കെന്ത് കുഴപ്പം? ആ ഡ്രസ്സിൽ വന്നാൽ നിന്റെ മുട്ടുകാൽ തല്ലിയൊടിക്കും ഞാൻ. അത് കേട്ടതും അവൾ പെട്ടെന്ന് ഡ്രസ്സ് മാറി വന്നു. മെറ്റേണിറ്റി ജംസ്യൂട്ടായിരുന്നു അവൾ ധരിച്ചിരുന്നത്. അച്ചേട്ടാ, ജീപ്പ് മതി കേട്ടോ. ജീപ്പോ? അതിന് നമ്മളെ നൈറ്റ് റൈഡിന് പോകുന്നതല്ല. എന്തായാലും വേണ്ടില്ല, എനിക്ക് ജീപ്പ് മതി. ജീപ്പേ ഒരു വികാരമാണ് അച്ചേട്ടാ. ഈ ഉള്ളവൻ്റെ വികാരം തിരിച്ചറിയാനാവാത്ത നിനക്ക് എന്ത് വികാരം? എനിക്ക് ജീപ്പ് ഒരു വികാരം തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് അത് വാങ്ങിച്ചു വെച്ചേക്കണേ. എനിക്ക് ജീപ്പ് മതിയില്ലെങ്കിൽ ഞാനിപ്പോൾ ഒച്ച ഉണ്ടാക്കും. പതുക്കെ. ഓക്കെ, ജീപ്പെങ്കിൽ ജീപ്പ്. എൻ്റെ ദൈവമേ, ഏത് നേരത്താണാവോ? അത്രയും പറഞ്ഞ് അവൻ നിർത്തി. ഏത് നേരത്താണാവോ എന്നെ കെട്ടാൻ തോന്നിയത് എന്നല്ലേ നിങ്ങളിപ്പോൾ പറയാൻ വന്നത്? എനിക്കറിയാം. ആ അതെ, ഞാൻ അത് തന്നെയാണ് പറയാൻ വന്നത്. എന്തേ, വല്ല കുഴപ്പമുണ്ടോ? എനിക്കെന്ത് കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങളിങ്ങനെ ജീവിതകാലം മുഴുവൻ ഇത് പറഞ്ഞോട്ട് നിൽക്കത്തേ ഉള്ളൂ. ഞാനിത് ഈ ചെവി കൂടി കേട്ട് ഈ ചെവി കൂടി വിട്ടുകളയും, അത്രയേ ഉള്ളൂ. ലെറ്റ്സ് ഗോ മാൻ. ഇരുവരും ശബ്ദം ഉണ്ടാക്കാതെ പുറത്തിറങ്ങി. റൂബിക്കോണിൻ്റെ റെഡ് കളർ റാംഗ്ലർ ഓപ്പൺ ജീപ്പായിരുന്നത്. ഇരുവരും വണ്ടി കയറി. നിരഞ്ജൻ അവളെ ഒന്ന് നോക്കിയപ്പോൾ അവൾ നിഷ്കുവായി അവനൊന്ന് നോക്കി ചിരിച്ചു. കൂടെ സോപ്പിടാൻ വേണ്ടി ഒരു ഉമ്മയും. പിടിച്ചിരുന്നണം കേട്ടല്ലോ, ഞാൻ പറപ്പിക്കാൻ പോവുക. ഇന്നത്തോടെ ജീപ്പ് എന്ന നിന്റെ വികാരം അങ്ങ് അറബിക്കടലിലേക്ക് എത്തണം. അതും പറഞ്ഞവൻ വണ്ടി മുന്നോട്ടെടുത്തു. ആക്സിലറേറ്ററിൽ അവൻ കാലുകൾ കൊണ്ട് അമ്മാനമാടി. നിങ്ങളെന്താ മനുഷ്യ, ചാകാൻ പോകുക? പതുക്കെ പോയാൽ മതിയെന്ന്, എനിക്ക് തിരക്കൊന്നുമില്ല. കോഴി കൂവുമ്പോഴേക്കും തിരിച്ചെത്തിയാൽ മതിയല്ലോ. എടി, ഇപ്പോഴത്തെ കോഴിക്ക് നേരം കാലമൊന്നുമില്ല. അങ്ങടെ മുന്നും പിന്നും നോക്കാതെ ഏത് പാതിരാത്രിയിലും കൂവിക്കളയും. അതറിയില്ലേ നിനക്ക്? പിന്നെ നിനക്കേ തിരക്കില്ലായിരിക്കാം, പക്ഷേ എനിക്ക് നല്ല തിരക്കുണ്ട്. എനിക്ക് പോയിട്ട് ഉറങ്ങാനുള്ളതാ. അത് കേട്ടതും അവൾ മിണ്ടാതിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ടിട്ടാണെങ്കിലും ഒരു വലിയ ഐസ്ക്രീം കടക്ക് മുന്നിൽ വണ്ടി നിർത്തിയതും അവൾ ഇഷ്ടപ്പെട്ട ഫ്ലേവറിലുണ്ട് ഐസ്ക്രീം ഒക്കെയും വാങ്ങി വണ്ടിയിലിരുന്ന് കഴിക്കാൻ തുടങ്ങി. ഇനി പോവാലോ അല്ലേ? അച്ചേട്ടാ, നമുക്കേ എങ്ങോട്ടെങ്കിലും പോയാലോ? കുറച്ചു നേരം ചുറ്റിയടിച്ചിട്ട് വീട്ടിൽ പോയാൽ പോരെ? എങ്ങോട്ടെങ്കിലും എന്ന് വെച്ചാൽ പാതാളത്തിലേക്ക് പോയാൽ മതിയോ? അതും പറഞ്ഞ് നിരഞ്ജൻ വണ്ടി മുന്നോട്ടെടുത്തു. അച്ചേട്ടാ, അവളൊന്ന് ചിണുങ്ങി. അല്ലെങ്കിലും ഈയിടെയായി നിങ്ങൾക്ക് എന്നെ കളിയാക്കുന്നത് ഇത്തിരി കൂടുതലാണല്ലോ. വേണ്ട, എങ്ങോട്ടും പോണ്ട. എനിക്കും എൻ്റെ കുഞ്ഞിനും വിധിയില്ലെന്ന് കരുതിക്കോളാം ഞാൻ. നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ അമ്മോ? ഇനി എങ്ങാനും മിണ്ടിയ തൂക്കിയെടുത്ത് വല്ല കൊക്കയിലും കൊണ്ട് തള്ളു ഞാൻ. അത് കേട്ടതും അവൾ മുഖം വീർപ്പിച്ചു. ഐസ്ക്രീം കഴിപ്പ് തുടർന്നു. 15 മിനിറ്റിന് ശേഷം വണ്ടി എവിടെയോ ചെന്ന് നിന്നു. അവൾ ചുറ്റും നോക്കി. ചെരിവും പാറ. അവളുടെ മുഖമൊന്ന് വിടർന്നു. രാത്രിയുടെ ഭംഗി മുഴുവൻ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന പുൽമേടുകളാൽ മൂടിയ കുന്നിൻ ചെരിവ്, വെള്ളമേഘങ്ങളാൽ മൂടിയ നീലാകാശം, നല്ല തണുത്ത കാറ്റും ഒപ്പം മഞ്ഞ സ്ട്രീറ്റ് ലൈറ്റും. പെട്ടെന്നത് കഴിച്ചു തീർക്ക്. നിരഞ്ജൻ അവളെ നോക്കി പറഞ്ഞതും അവൾ വേണോ എന്ന പോലെ അവനെ നേരെ നീട്ടി. എനിക്ക് വേണ്ട, നീ കഴിച്ചോ. അവൾ മുഴുവൻ കഴിച്ചു തീർത്ത് ഇറങ്ങാൻ നേരം അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി അവനോട് അടുപ്പിച്ചു. അവൾ അവനെ ചോദ്യഭാവത്തിൽ നോക്കി. എനിക്കിത് വേണം എന്നും പറഞ്ഞു അവൻ അവളുടെ കീഴ്ചുണ്ടിന് താഴെ പറ്റി പിടിച്ച ഐസ്ക്രീം അവൻ തൻ്റെ നാവിനാൽ നുണഞ്ഞെടുത്തതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവൾ അവനിൽ നിന്ന് അടർന്നു മാറാനൊരുങ്ങവേ അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അവൻ അവളുടെ ആദരങ്ങൾ നുണയാൻ തുടങ്ങി. നിമിഷങ്ങൾ കടന്നു പോകുന്തോറും അവൻ്റെ ചുണ്ടുകളുടെ മുറുക്കം കൂടി വേഗതയേറി. അതിൻ്റെ പ്രതിഫലമെന്നോണം അവളുടെ വിരലുകൾ അവൻ്റെ മുടിയിലേക്ക് നൂണ്ട് കയറി. അവനിൽ ആവേശം കൂടിയതും അവൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. ഒപ്പം വയറ്റിൽ നിന്ന് കുഞ്ഞിൻ്റെ ചലനവേഗത കൂടിക്കൂടി വന്നു. അവൾ അവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചപ്പോഴാണ് ആ രസച്ചരട് മുറിഞ്ഞത്. അവളുടെ നെറ്റിയിൽ തൻ്റെ നെറ്റി മുട്ടിച്ചു അവൻ കിതപ്പടക്കിക്കൊണ്ടിരുന്നു. ഒരു ഉമ്മ വെച്ചപ്പോഴേക്കും കുരുവിപ്പെണ്ണ് തളർന്നു പോയോ? അവളുടെ നെറുകയിൽ ചുംബിച്ചു കൊണ്ടവൻ ചോദിച്ചു. വയറ്റിലുള്ള ആൾക്കേ ഇതത്ര ദഹിക്കുന്നില്ലെന്ന് തോന്നുന്നു. എന്തൊരു ചവിട്ടായിരുന്നെന്നോ? ആണോ, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അവൻ അവളുടെ വയറിൽ തൊട്ട് നോക്കിയതും കുഞ്ഞനങ്ങി തുടങ്ങി. വാ ഇറങ്ങ്. അത് കേട്ടതും അവൾ ഡോറും തുറന്ന് ഇറങ്ങി. ഇരുവരും പരസ്പരം കൈകോർത്ത് പിടിച്ച് നടന്നു. നല്ല തണുത്ത കാറ്റ് അവരെ വരവേറ്റു. പുൽമേടുകളാൽ സമ്പന്നമായ ശക്തമായ കാറ്റ് വീശുന്ന പ്രദേശം. കാറ്റിൻ്റെ താളത്തിൽ പുൽമേടുകൾ ആടിയുലയുന്ന കാഴ്ച വളരെ മനോഹരമാണ്. എന്തൊരു തണുപ്പല്ലേ! അവനോട് ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് അവൾ പതിയെ പറഞ്ഞു. അങ്ങ് സഹിച്ചേക്ക്. ഇനി കുറച്ചൊക്കെ കാറ്റൊക്കെ കൊണ്ടേ ഒന്നുകൂടി ഫ്രഞ്ചൊക്കെ അടിച്ചേ. കുറച്ചധികം സ്നേഹിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് നിന്നെ തിരിച്ചു കൊണ്ടുപോകുള്ളൂ.
അതും പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് പുൽത്തകിടിയിലേക്ക് ചാഞ്ഞു. ഇരുവരും മലർന്നു കിടന്നു. മറയില്ലാതെ ആകാശ കാഴ്ചകൾ ആസ്വദിച്ചു അങ്ങനെ കിടന്നു. കുറച്ചു നേരത്തിന് ശേഷം അവൻ അവളെ തലചരിച്ചു മെല്ലെ നോക്കി. അവളുടെ മുഖത്താകമാനം അവൻ്റെ കണ്ണുകൾ അലഞ്ഞു നടന്നു. പതിയെ അത് താഴോട്ട് സഞ്ചരിച്ചു തുടങ്ങി. അവൻ്റെ വശ്യമായ നോട്ടം കണ്ടു. എന്താ എന്ന പോലെ അവൾ പുരികം പൊക്കിയതും അവൻ കുസൃതി ചിരിയാലെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവിടെ മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് അവളെ വിവശയാക്കി. ഒടുവിൽ പ്രണയത്തോടെ അവളെ ഒന്ന് നോക്കിയപ്പോൾ ആ നോട്ടം താങ്ങാനാവാതെ അവൾ മുഖം തിരിച്ച് ചരിഞ്ഞു കിടന്നതും അവനവളുടെ കാതിൻ തുമ്പിലും പിൻകഴുത്തിലും തോളിലും ഒക്കെയും ചുംബിക്കാൻ തുടങ്ങി. അച്ചേട്ടാ, നമുക്ക് പോവാം, എനിക്കിവിടുന്ന് എന്തോ പോലെ. അവൾ അവനെ നോക്കാതെ പറഞ്ഞു. എങ്കിൽ വീട്ടിൽ പോയിട്ട് സമ്മതിക്കോ? അവളുടെ കാതോരം ആർദ്രമായി ചോദിച്ചു. എന്ത് സമ്മതിക്കുമെന്ന്? നാണം കൊണ്ട് അവൾ അവൻ്റെ മുഖത്ത് നോക്കിയതേയില്ല. എന്താണോ അത്? ഞാനിപ്പോൾ എങ്ങനെയാ പറയാ? വേണേ വീട്ടിൽ ചെന്നിട്ട് പ്രവർത്തിച്ച് കാണിച്ചു തരാം. അയ്യേ, നാണമില്ലാത്തവൻ, ഇപ്പം നിങ്ങളുടെ ഉറക്കം എങ്ങോട്ട് പോയി? അതെപ്പോഴേ പോയി, പറ, സമ്മതിക്കോ? അവളിൽ നിന്ന് നേർത്തൊരു മൂളൽ പുറത്തു വന്നു. ഇനി അവിടെ ചെന്നിട്ട് കാല് മാറോ? ഇല്ലെന്ന്. വാക്ക് മാറിയാലേ ഞാൻ വീണ്ടും ഇവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോകട്ടോ. ഷോ, നിങ്ങളുടെ ഒരു കാര്യം. കൊതി കൊണ്ടല്ലേ പെണ്ണെ? ഇതിന് കൊതിയല്ല എന്നാ പറയാ, ആക്രാന്തം എന്നാ. ശരി, എനിക്കിത്തിരി ആക്രാന്തം കൂടുതലാണെന്ന് കൂട്ടിക്കോ, നീ അങ്ങ് സഹിച്ചേരെ എന്നും പറഞ്ഞ് അവളെ കൈകളിൽ കോരിയെടുത്ത് വണ്ടിക്കരികിലേക്ക് നടന്നു.